ഹലോ മച്ചാമാരെ, അപ്പോൾ ജോസൂട്ടൻ വ്ളോഗ്സിൻ്റെ നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ കുറേ നാളായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മച്ചാ വേറെ ഒന്നുമല്ല, കുറേ കാര്യങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാൻ കൂടെയാണ് ഈ വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരെയും എൻ്റെ ഫാമിലി മെമ്പേഴ്സായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി ഞാൻ വരുവാണ് കേരളത്തിലേക്ക്. അപ്പോൾ കേരളം ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ₹1 ബഡ്ജറ്റ് ഇല്ലാതെ, ₹1 പോലും ചിലവില്ലാതെ എങ്ങനെ പോകാം എന്ന് ജോസൂട്ടൻ വ്ളോഗ്സിലൂടെ ജോസൂട്ടൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ, എന്തായാലും നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് തിരുവനന്തപുരം കളിയേക്കാവിളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണ് കളിയേക്കാവിള എന്ന് പറയുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ല വരെയാണ് നമ്മൾ നടന്നു പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, അതായത് കർണാടക കേരള ബോർഡർ വരെയാണ് നമ്മൾ നടന്നു പോകാൻ പോകുന്നത് ആദ്യവട്ടം. അത് സക്സസ് ആയിട്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വഴി നമ്മൾ അടുത്ത ജില്ലയിൽ അടുത്ത സ്റ്റേറ്റിലായിട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ കറങ്ങി വരാനുള്ള പ്ലാനിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ എൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു കോമാളി ലുക്കും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യും. പക്ഷേ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. ഞാനും കുറേ എന്താ പറയുക 60 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ്, എടാ നീ വേറെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും, വീഡിയോയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡ്രസ് കോഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഇങ്ങനത്തെ ഒരു ലുക്കും കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് സാധിച്ചു എന്ന് വെച്ചാൽ, എനിക്കൊരു സ്വന്തമായിട്ട് തന്നെ വേറെ എടുത്തൊരു മാലയൊക്കെ വാങ്ങാൻ പറ്റി. അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ മച്ചാമല, ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരു ടീഷർട്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ പേരിൽ തന്നെ എൻ്റെ ഫോട്ടോ വെച്ച ഒരു ടീഷർട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളാണ് എന്നറിയാണ്ട് നമ്മുടെ ടീഷർട്ട് ഇട്ടായിരിക്കും ഞാൻ വരുന്നത്. എന്ന് വെച്ചാൽ ഡേറ്റ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്ത 20-ാം തീയതി ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റും കാലാവസ്ഥ കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ആ 20-ാം തീയതി നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, മിക്കവാറും ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ, എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ടുകൾ ഉണ്ടാകണമെന്നുള്ള പറയുകയാണ്. എല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ വർത്തുവാണെങ്കിൽ ജോസൂട്ടൻ വ്ളോഗ്സിൽ ജോസൂട്ടൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു യാത്രയുടെ വീഡിയോ ആയിട്ടായിരിക്കും ജോസൂട്ടൻ വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആ ടീഷർട്ട് വാങ്ങാൻ പോകുന്ന കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമറാമാൻ എൻ്റെ കൂടെ ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എൻ്റെ ക്യാമറാമാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഹെൽമെറ്റൊക്കെ വെച്ച് സേഫ്റ്റി മുക്കുമ്പിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. വഴിയെ പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം. നമ്മൾ പറഞ്ഞ കാര്യത്തിന് വേണ്ടി മണ്ണഞ്ചേരി എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാ പുറകിൽ കാണാൻ പറ്റില്ല, ആ പുറകിൽ കാണുന്നതാണ് ഷോപ്പ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ടീഷർട്ട് അടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിശേഷം കാണാൻ പോകാം. ഹലോ, അപ്പോൾ നമ്മളെന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യത്തിന് വേണ്ടി കടയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ടീഷർട്ട് എന്ന് പറയുന്നത്, നമ്മൾ അടുപ്പിച്ചിരിക്കുന്ന ടീഷർട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ടീഷർട്ട് നമ്മുടെ ലോഗോ വെച്ചിട്ടുണ്ട്. ജോസൂട്ടൻ വ്ളോഗ്സ് എന്ന് പേര് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോഗോയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേര് ജോസൂട്ടൻ വ്ളോഗ്സ്. ഇതാണ് നമ്മുടെ ടീഷർട്ടായിട്ട് വരുന്നത്. നമ്മളാണ് ഈ അടുപ്പിച്ച് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഗ് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അടിച്ചതാണ്. എൻ്റെ ഫേസ് എന്ന് വെച്ച് ഈ ഫേസും എന്നെ കൂടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. രണ്ടും വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫ്ലാഗായിട്ട് വരുന്നത്. അപ്പോൾ മച്ചാമാരെ, ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ വേറൊന്നുമില്ല, അവന് ഒരു കലാകാരൻ കൂടെയാണ്. എന്നുവെച്ചാൽ വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ പണം വരെ നമ്മുടെ ഫേസ്, അതുപോലെ നമ്മുടെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പടമൊക്കെ വരച്ചായിരുന്നായിരിക്കും. അപ്പം അങ്ങനെ ഒരു
ഇതുകൂടെ തുടങ്ങിയിട്ട് നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഡ്രീം മേക്കേഴ്സ് കരിയേഴ്സ് ആൻഡ് ഇവൻറ്റ്സും പിന്നെ നമ്മുടെ ക്യാമറമാൻ സജനുമാണ് നമുക്ക് ഈ വീഡിയോയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പണം വരക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എടുപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുപ്പിക്കാനാണെങ്കിലും സജനെ ബന്ധപ്പെടാൻ അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ വീഡിയോയിലൊക്കെ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മച്ചന്മാർ എന്തായാലും നമ്മൾ പറഞ്ഞിരുന്ന ഡേറ്റ് 20-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഡേറ്റ് 23-ാം തീയതിയായി, ജൂൺ 23. നമ്മൾ പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവും എന്ന് പറയാൻ പറ്റില്ല. കുഴി ഏതാണ്, റോഡ് ഏതാണ്, കായൽ ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് നമ്മുടെ ഹൈവേയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ പണി നടക്കുന്ന ആരുടെ എവിടെയൊക്കെ കുഴിയുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കാലാവസ്ഥ ഒന്ന് മാറിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ജൂലൈ 1-ാം തീയതി തിരുവനന്തപുരം കളിയക്കവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നുവെച്ചാൽ നമ്മുടെ കാസർഗോഡ് നീലേശ്വരം വരെ നടന്നു പോകാനുള്ള ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെയായിട്ട് ആരും പോയി കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇങ്ങനെ നടന്നു പോയ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ മച്ചാമാരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മച്ചാമാരെ അടിപൊളി വിഷ്വൽസുമായി കാണുമ്പോഴേക്കും ജോസ് കൂട്ടം വരുന്നതായിരിക്കും.